ഒരു ഉമ്മൻചാണ്ടിയെ പറഞ്ഞ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തു, നമുക്കിവിടെ അങ്ങ് ജീവിച്ചാൽ പോരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പോരാ, എനിക്ക് പുതുപ്പള്ളിയിലെ നമ്മുടെ സ്ഥലത്ത് ഒരു കൊച്ചു വീട് വെക്കണം, ഒരു മുറി മതി. അപ്പോൾ അവിടെ എനിക്ക് പുതുപ്പള്ളിക്കാരുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അത് സഫലമാക്കാതെ ഹൗസിംഗ് ലോണൊക്കെ എടുത്തു. അതിൻ്റെ കുറേ പണിയൊക്കെ, കുറേ തൂണുകളൊക്കെ നാട്ടിയെങ്കിലും പിന്നെ ഉമ്മൻചാണ്ടിയുടെ അസുഖം കാരണം ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റി. ഈ ഒരവസ്ഥ, ഈ സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉമ്മൻചാണ്ടിയേക്കാൾ താങ്ങാൻ വയ്യാതെ എനിക്കും പിള്ളേർക്കുമായിരുന്നു. എനിക്ക് ഒട്ടും അങ്ങ് ഫ്രോസൺ പോലെ ആയിപ്പോയെന്ന് പറയും. ആ ഒരു സമയത്ത് ഈ പറയുന്ന സാറിൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ശക്തമായ വേട്ടയാടലുകളും കുടുംബം ഉണ്ട്. പക്ഷേ എനിക്ക് ഫേസ്ബുക്കൊന്നും ഇല്ല, മൊബൈൽ യൂസേജ് കുറവായതുകൊണ്ടും. മറിക്കുട്ടി ഇങ്ങനെ പറയാറുണ്ട്, അമ്മയെ ഭയങ്കരമായിട്ട് അമ്മയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ചാണ്ടിബോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ദിവസങ്ങളെല്ലാം, മാസങ്ങളെല്ലാം ഫുൾ ടൈം പ്രെയറാണ്. ഹൃദയത്തിലും പ്രാർത്ഥന, മറ്റോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥന, ഇരുന്ന് പ്രാർത്ഥിക്കും, കിടന്ന് പ്രാർത്ഥിക്കും, സംസാരിക്കുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ ബൈബിൾ വേഴ്സസ് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒത്തിരി പ്രാവശ്യം തന്നാൽ ഇപ്രാവശ്യം രോഗസൗഖ്യം തരും, ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും സൗഖ്യം കിട്ടും. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ഞാൻ അതിൻ്റെ മറിക്കുട്ടി പറയുമ്പോൾ ഞാൻ പറയുമോ, അത് ശ്രദ്ധിക്കേണ്ട മോളെ, നമുക്ക് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ജീവിപ്പിക്കാം, രോഗത്തിന് റിക്കവർ ചെയ്യിക്കും. ആ ഒരു പ്രാർത്ഥനയുടെ ബലത്തിൽ ഞാൻ ഇപ്പോഴും, എനിക്ക് മൊബൈലില്ലാത്തതുകൊണ്ട് ഞാൻ കാണുന്നില്ല, അതിൻ്റെ ഒരു ആഘാതം എന്നെ തട്ടിയിട്ടില്ല. ക്രൂരമായ വേട്ടയാടലുകളായിരുന്നു, മരിക്കപ്പെടുന്ന നമ്പരെ ക്രൂരമായി വേട്ടയാടപ്പെട്ടുണ്ട്. അത് വേട്ടയാടി, അതെന്നെ വിഷമിപ്പിക്കുന്നത്. അതിനെക്കാട്ടി ഈ രോഗാവസ്ഥയായതിൽ ഈ മാധ്യമങ്ങൾ അങ്ങേയറ്റം ആ മനുഷ്യനെ വിറ്റ് ജീവിച്ചിട്ടും, ഉമ്മൻചാണ്ടി സാറെന്ന് പറയുന്ന വ്യക്തിയെ വിറ്റ് ജീവിച്ചും അതിനപ്പുറം ഇതിലൊരു റിസൾട്ട് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതൊരു ബലം ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പം കോടതി വിധികൾ വരുന്ന സമയത്ത് ഇത് ചർച്ചയാക്കുന്നില്ല. ആ ഒരു സമയത്ത് 24 മണിക്കൂറും ഉമ്മൻചാണ്ടി സാറിനെ പറ്റി തന്നെ വാർത്തകൾ ചെയ്തുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ജീവിച്ച് 24 മണിക്കൂറും ജീവിച്ച് കെട്ടിപ്പടുത്ത ഇമേജ് തകർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതേസമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരു വാർത്തയും കൊടുക്കുന്നില്ല. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. ആരോപണമൊക്കെ വലുതായിട്ട് വരും, ആരോപണം തോന്നുമ്പോൾ കൊച്ചായിട്ടില്ലേ എവിടെയെങ്കിലും മൂലയിലൊക്കെ വരത്തുള്ളല്ലോ. അതൊരു കോമൺ ആസ്പെക്റ്റ് അല്ലേ.